ഡിയേഴ്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ, പിസ്സ ഉണ്ടാക്കി തുടങ്ങിയാലോ. അപ്പോൾ ആ പിസ്സയ്ക്ക് എന്താ വേണ്ടത്, മൈദ. അപ്പം നമ്മൾ മൈദ, ഞാൻ അളവൊന്നുമില്ല കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് 3 പിസ്സയാണ് ഞാൻ അളവിലുണ്ടാക്കിയത്. മൈദ എടുത്ത് പിന്നെ നമ്മൾ പാല് ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഈസ്റ്റും ആവശ്യത്തിനുള്ള ഈസ്റ്റും ചേർത്ത്, നമ്മുടെ മൈദ പൊന്താൻ ആവശ്യത്തിന് എന്തോരാണ് ഈസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഈസ്റ്റും കൂടി ഇട്ടിട്ട് നമ്മൾ ഈ പാത്രം ഗ്ലാസ് കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ പിന്നെ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് നല്ലപോലെ പഞ്ചസാരയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ ഇതാ നമ്മൾ പാത്രം മാറ്റി. അപ്പോൾ അതൊക്കെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ഈസ്റ്റ് ആണെങ്കിൽ നല്ലപോലെ ഇത് പൊന്തി വരും കേട്ടോ. എൻ്റെ ഈസ്റ്റ് കുറച്ച് ആയതാണ്, ഫ്രിഡ്ജിൽ നിന്ന ഈസ്റ്റാണ്, ഡ്രൈ ഈസ്റ്റാണെന്ന് ഞാൻ യൂസ് ചെയ്ത്. ഇനി നമുക്ക് മൈദയ്ക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്കത് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാനായ മിക്സാണ് ഒഴിച്ചത്. അത് കൂടാണ്ട് നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ഇട്ട് ഒന്ന് ഇതാക്കി വെക്കായിരുന്നു കേട്ടോ. ഞാൻ അത് മറന്നുപോയി, ഉപ്പിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത്തിരീശ പാല് നമ്മളവിടെ ചൂടാക്കി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നല്ല ചൂടിൽ ഈസ്റ്റ് ഇടരുത്, ചെറിയൊരു ചൂടിലാണ് നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് പൊങ്ങാൻ വേണ്ടി വെക്കേണ്ടത്. എന്നിട്ട് ഇത്തിരീശ പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഇതിനെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുവിധം കുഴക്ക ആയിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്, ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഇത് ചെയ്യണത്. അതുകൊണ്ട് ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ ഇനി നല്ലപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ അത് പൊങ്ങാൻ വയ്ക്കാം. ഈസ്റ്റ് ഒരു അരമണിക്കൂറോളം ഞാൻ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഇത് വെക്കുന്നത് ഒരു 11 മണി 12 കഴിഞ്ഞപ്പോൾ ഞാൻ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എടുത്തത്. അപ്പോഴേക്കും അത് പൊന്തിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലേ, കുമ്പള ഇരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ സാധനം നമ്മുടെ പൊന്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ 2 തരത്തിലുണ്ടാക്കാണ്ട്, എയർ ഫ്രയറിലും ഉണ്ടാക്കാണ്ട് ഞാൻ, പിന്നെ ഫ്രൈ പാനിലും ഉണ്ടാക്കാണ്ട്. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ ഇടുമ്പോൾ ബട്ടർ പേപ്പറിൽ ഓയിൽ ഇല്ലാത്ത ടൈപ്പ് ബട്ടർ പേപ്പർ ആണെങ്കിൽ നമ്മൾ പാനുമ്മലും ബട്ടർ പേപ്പറുമ്മലൊക്കെ ഒന്ന് നന്നായി ഓയിൽ തടവി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഡോവ് വെക്കുക. ഡോവ് നന്നായി പരത്തി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ പേപ്പറിൽ നിന്ന് കിട്ടാൻ പണിയാവും. എനിക്ക് പണി കിട്ടിയതാണ്, ഇച്ചിരി മടിയായതുകൊണ്ട് ഞാൻ ഓയിൽ ഇത് ചെയ്തില്ല, സ്പ്രെഡ് ചെയ്തില്ല. എന്നിട്ട് നമ്മൾ അത് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സസ്പാൻ്റെ ഒരു ചട്നി എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയതാണ്, അതാണ് നമ്മളതിൽ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, ഞാനിവിടെ ബീഫ് ഇരിക്കണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തത് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇത് വേറെ വഴിക്ക് പോകുന്നുണ്ട്, പറയുന്നത് വേറെ വഴിക്ക് പോകുന്നുണ്ട്, ക്ഷമിച്ചേട്ടാ. അപ്പോൾ ഇത് രണ്ടാമത്തെ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് സെസ്വാൻ്റെ ആ ചട്നി അതാണ് ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ രണ്ടാമത്തെ ഞാൻ എയർ ഫ്രയറിൽ ഉണ്ടാക്കാൻ തന്നെ. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് പാത്രത്തുമ്പോൾ ഞാനൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഫോർക്ക് വെച്ച്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീർത്ത് ഇങ്ങനെ പൊങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇതെന്തായാലും വീർത്ത് പൊങ്ങും നമ്മൾ ഈസ്റ്റൊക്കെ ഇട്ട് ഇതായിട്ടുള്ളത്. അതിന് ചട്നി ഒഴിച്ച് പിന്നെ ഒന്ന് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബീഫ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ എനിക്ക് മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല, അപ്പോഴേക്കും വീഡിയോ വേറെ വഴിക്ക് പോയി. അപ്പോൾ ബീഫ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിടാം. ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനത്തെ, പിന്നെ നമുക്ക് ഒനിയൻ ഇടാം, തക്കാളി ഇടാം, അതൊക്കെ ഇടാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ക്യാരറ്റ്, ക്യാപ്സിക്കം, മഞ്ഞയും പച്ച, പിന്നെ ചോളം ഉണ്ടായിരുന്നു, സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ അടുത്തത് നമ്മൾ എയർ ഫ്രയറിൽ 10 മിനിറ്റാണ് ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ട് 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും സാധനം റെഡിയാവും. അപ്പോൾ എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ നമ്മുടെ പിസ്സ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. കടയിൽ വാങ്ങണേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്.